ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ സൂപ്പർ സൂപ്പർ സൂപ്പർ. പഴയകാല സിനിമയെക്കാളും നോക്കുമ്പോൾ എല്ലാ നടന്മാരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ട് എനിക്കിനി 5-6 വട്ടം കാണുന്ന ആഗ്രഹമുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇനി വന്ന് കാണും. സൂപ്പർ സൂപ്പർ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ. വർമ്മയുടെ വരുമ്പോ തകർത്തുണ്ട്. ഉണ്ണേട്ടൻ സൂപ്പർ ആക്കിയിട്ടത്. ദമയന്തി അതെ, പാട്ടൊക്കെ സൂപ്പറാ അല്ലെ, ക്യാമറ വർക്ക് ടെക്നീഷ്യനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇടിയാണ്, അത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇനി അടുത്ത ഷോട്ടിന് ടിക്കറ്റ് എടുക്കാൻ പോവാ. വിദേശത്ത് ചിത്രീകരിച്ച ഗാനങ്ങളൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഒക്കെ 100% കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ അടിപൊളി. ഓക്കെ വർമ്മയുടെ വരവ് സൂപ്പർ. ഡയറക്ടറുള്ള മൊത്തം കൊള്ളാം. സൂപ്പർ ആയിട്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. പിടിച്ചോ, എല്ലാം നമ്മൾ ടീം പിടിച്ചോ. നമ്മുടെ സിനിമയിലെ നായിക ദമയന്തി വരുന്നുണ്ട്. മാഡം എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിലെ എക്സ്പീരിയൻസ്? വളരെ ഫുൾഫില്ലിംഗ് ആയിരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡയറക്ടർ സാറാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സാറാണെങ്കിലും ഉണ്ണി സാറ് പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പറയാനായിട്ട്. എന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്ഫുൾ, സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക് യു. താങ്ക് യു. പുതുമുഖ നായിക ദമയന്തി ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റുവാ. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. സൂപ്പർ, ഒന്നും പറയാനില്ല. അതിന്റെ ഡയറക്ഷൻ ആയിട്ട് സൂപ്പർ, അതിന്റെ ഛായാഗ്രഹണം സൂപ്പർ, ടെക്നിക്സ് ആയിട്ട് എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല. ഞങ്ങൾ 2 മണിക്കൂർ ഞങ്ങൾ എൻജോയ് ചെയ്ത്. താങ്ക് യു. ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. ഉണ്ണിച്ചേട്ടൻ്റെ അഭിനയം നല്ല. അല്ലേ, താങ്ക് യു. അച്ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ മൊയ്തുവിൻ്റെയും ശീതളിൻ്റെയും കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പടം അത്ര കണ്ടങ്ങ് കയറിയിട്ടില്ല. കാരണം ഒരുപാട് മികച്ച സ്റ്റാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്കാണ് പടം കയറി വരികയാണ്. അപ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് 2 മണിക്കൂർ ഈ പടം ഇന്റർവ്യൂ ഇല്ലാതെ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഒരുപാട് മനോഹരമായ പടങ്ങൾ ഇനിയും ഈ കൂട്ടുകെട്ടിൽ പിറക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. മനോഹരമായ പോപ്കോൺ, നല്ല AC, സുന്ദരായിട്ട് കിടന്നുറങ്ങാം. നല്ല ഏസിയാണ്. എന്ത് പാടാന്ന് മലയാളത്തിന് നല്ലൊരു നടിയെ കൂടി ഇതിനകത്തൂടെ അണിയിച്ചിരിക്കുകയാണ്. ഒരുപാട് കലാമൂല്യമുള്ള സിനിമകൾ സാധാരണക്കാരന് പൈസ കളയുന്ന സാധാരണക്കാരന്റെ പൈസ കളയുന്നു. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെയാ സിനിമ എടുക്കുക? എന്ത് പടായത്? ഒന്നും പറയണ്ട, എന്ത് ചാളിപ്പടം. അതെ, എന്തുണ്ടെങ്കിലും നമുക്ക് വരെ പ്രൊഡ്യൂസർ പൈസ മേടിച്ചാൽ. എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്തിന് എനിക്ക് പൈസ? ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആരാണെന്നറിയാ? ലക്ഷക്കണക്കിന് കാണികളുണ്ട് എനിക്ക്. ആൾക്കാർ കേൾക്കട്ടെ. ആൾക്കാർ കേൾക്കണമെന്ന്. ഈ ചാളിപ്പണം കാണാൻ ആൾ വരരുത്. നിങ്ങളൊന്ന് സിനിമ കാണാൻ നിൽക്കും. നിങ്ങളൊന്ന് പോട്, വെറുതെ കാശ് കളയണ്ട. ഇത് വെറും ചാളിപ്പണം. ഫസ്റ്റ് ഹാഫ് മഹാലാഗ്, സെക്കൻഡ് ഹാഫ് മഹാ ബോറ്. ആകെപ്പാടെ ഈ ഒരു കിട്ടുന്നത് ഇതാണ് ഇന്റർവ്യൂ അല്ല, മഹാബോറാണ്. എന്തിനു കാണും? ഞാൻ ഇന്ന് തന്നെ ഈ പടത്തിന് റിവ്യൂ എഴുതുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് വന്നോ ഈ സിനിമ? ഹലോ ഗൈസ്, നമസ്കാരം. പാരീസ് ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പാരീസ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്, കൂതറപ്പടം, അട്ടർ ഫ്ലോപ്പ്. 2.25 മണിക്കൂർ വേസ്റ്റായി എന്ന് പറയുന്നതല്ലാതെ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. മലങ്കൾട്ട് ഡയലോഗുകളും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് കൂതറ ഡയലോഗുകളും കുത്തി നിറച്ചുകൊണ്ടുള്ള അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വർമ്മയുടെ വരവ്. ഇതിലെ നായക കഥാപാത്രം ചെയ്യുന്ന ഉണ്ണിയേട്ടന്റെ ബിൽഡപ്പിൽ ഹെലികോപ്റ്ററിൽ വന്നിരുന്ന് ഹെലികോപ്റ്ററിന് ഉള്ളിൽ നിന്നും ചാടുന്ന ഒരു രംഗമുണ്ട്. വളരെ സ്റ്റൈലായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് കൂതറ തറ വർത്താനം പറയുന്ന പോലത്തെ ഡയലോഗ് വിട്ടിട്ട് എൻ്റെ പൊന്നേ സഹിക്കാനൊക്കുന്നില്ല. പിന്നെ ഉള്ളതോ നായിക കഥാപാത്രം ചെയ്യുന്നത് അയ്യപ്പനും വാവരും എന്നുള്ള സിനിമയിൽ കുട്ടിയുടെ വേഷം ചെയ്ത ദമയന്തിയെ എന്തൊക്കെയോ വെച്ച് കെട്ടി അദ്ദേഹത്തിന്റെ ചെറുമോളാകാൻ പ്രായമുള്ള ഉണ്ണിയേട്ടൻ വന്നിട്ട് ഡാൻസ്. ഈ ദമയന്തിയാണെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ പോയിട്ട് ചത്ത അയിലയുടെ കണ്ണ് പോലെ ജീവനില്ലാത്ത കണ്ണും ചോക്കടിപ്പിച്ചാൽ പോലും എക്സ്പ്രഷൻ വരാത്തൊരു മുഖവും വെച്ചിട്ട് നിന്നുള്ള എൻ്റെ പൊന്നോ, ഇങ്ങനെ ഒരു അഭിനയം.
ആ അഭിനയം കണ്ട് എൻ്റെ സൈഡിൽ കാഴ്ചക്കാരായി 3-4 ഫാമിലി ഇരിപ്പുണ്ടായി. അവരുടെ കൂർക്കമ്പലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെയാണ് മാച്ചായിട്ട് എനിക്ക് തോന്നി. സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്ത് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഡാൻസ് മലേഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്ത ആ പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവും. നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന 150 രൂപ മുടക്കി ഇതുപോലത്തെ ഒരു ശിക്ഷ അനുഭവിക്കാൻ ചെല്ലരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത്രയും വധം പടമാണ് ഇവിടെ മൊയ്തു എന്നൊരു സംവിധായകൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഈ മൊയ്തു ഏതെങ്കിലും ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിലെങ്കിലും പോയി തലയിട്ടൊന്ന് എത്തി നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ഒരു പടം പടച്ചു വെച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ ശീതളനെന്നോ മറ്റോ ഒരു ശീതളൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവനാണ്. ഇതിൻ്റെ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഈ മൊയ്തുവിൻ്റെ വാക്കും കേട്ട് ഇത്രയും കോടി രൂപ മുടക്കാൻ ഇറങ്ങിക്കുന്ന ഈ ശീതളനൊക്കെ ഈ പടം റിലീസായതിനു ശേഷവും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിയുന്നത് അത്ഭുതമാണ്. അദ്ദേഹം ഈ പടം പിടിച്ച കാശിന് കുറേ പാവപ്പെട്ട സാധുക്കൾക്ക് കഞ്ഞി വാങ്ങിക്കൊടുത്തെങ്കിൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ. അത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ വേലയെടുത്ത കാശ് കൊണ്ടുപോയി ഈ പടം കാണുന്നതിലും ഭേദം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആ പൈസക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് എല്ലാവർക്കും സന്തോഷമായിട്ടിരുന്ന് തിന്ന. അല്ലാതെ ഒന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. ഒരു വില്ലനുണ്ട്, നമ്മുടെ ഉണ്ണിയേട്ടൻ ഇടിക്കുന്ന ഒരു വില്ലൻ, കാക്ക ഷോക്കടിച്ച പോലത്തെ ഒരു വിഗും ചാക്കവള്ളി ഫെവിക്കോളിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും. എൻ്റെ ദൈവമേ, ആരാണ് ഇതിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്? ഇതുപോലെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയ ഒരു പടം റിവ്യൂ പറയാൻ പോലും എനിക്ക് അപമാനം തോന്നുന്ന രീതിയിലുള്ള പടമാണ് ഈ വർമ്മയുടെ വരവ്. ഇനി ഈ വർമ്മയുടെ വരവ് കാണാൻ ആരെങ്കിലും തിയേറ്ററിലോട്ട് വരുമോന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു പടത്തിൽ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വൃത്തികെട്ട ഒരു പടം ഇനി നമ്മുടെ മലയാളത്തിൽ ഇറങ്ങാനില്ല എന്നാണ്. ഇതിന് ഞാൻ ആവറേജ് ഒരു 10-ൽ 1/2 മാർക്കാണ് എൻ്റെ റേറ്റിംഗ്. അപ്പൊ അടുത്തൊരു പടത്തിന്റെ റിവ്യൂമായി വീണ്ടും വരാം. ഓക്കെ. എന്താടാ അവിടെ? എന്തേ നീ ഇപ്പൊ എവിടെ തുപ്പിയത്? ഞാൻ റിവ്യൂ ചെയ്താണ് അച്ഛാ. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്റെ റിവ്യൂ തേങ്ങ മൂടൊക്കെ പുറത്തു പോയിട്ട് എവിടെയും ചെയ്തോന്ന്. ഈ വീട്ടിനുള്ളിൽ തുപ്പരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാനൊരു സ്കൂളിലെ വാദ്യാരായിരുന്നു. പുറത്തിറങ്ങിയ ആളുകൾക്ക് മുഴുവൻ അറിയാൻ നീ എൻ്റെ മകനാന്നുള്ളത്. ഈ വക വായ തോന്നിയത് മുഴുവൻ ഇരുന്നിട്ട് ഫോണിൽ ഇതിങ്ങനെ ഇരുന്നിട്ട് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കൂടാ? അച്ഛൻ, എനിക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ലാംഗ്വേജിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്താലേ എൻ്റെ വീഡിയോ ഇറക്കുള്ളൂ. അല്ല ആളുകൾ അതിന്റെ അടിയിൽ കമന്റ് എഴുതിയിടും. അച്ഛന്റെ അധ്യാപക മണിപ്രവാളത്തിലൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് ഇഷ്ടമാവുന്ന സിനിമ വേറൊരാൾക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഇനി പുറത്തൊരാൾക്ക് ഇഷ്ടമായ സിനിമ നിനക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോയി കണ്ടോട്ടെ എന്ന്. ഇത് കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാണ്? എന്റെ അച്ഛൻ ആയിരക്കണക്കിന് ആളുകൾ എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് സിനിമക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം കാത്തിരിക്കണവർക്ക് എനിക്ക് സത്യസന്ധമായിട്ട് എന്റെ അഭിപ്രായം പറയണ്ടേ പടം കണ്ടു കഴിഞ്ഞാല്? ഇപ്പൊ നമ്മൾ ബൈക്കിന് പോകണമെന്ന് നോക്ക്, അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് റോട്ടിൽ. അപ്പം എതിരെ വന്നവർക്ക് സിഗ്നൽ കൊടുക്കൂലേ? പോലീസ് ചെക്കിംഗ് ഉണ്ട്, സൂക്ഷിക്കാൻ പറഞ്ഞ്. അതുപോലത്തെ ഒരു സിഗ്നലാണിത്. എല്ലാരും പോയി അപകടത്തിൽ പെടരുത്. അല്ലാതെ അച്ഛന്റെ അധ്യാപകനെ വൃത്തിയും എന്റെ ജോലിയായിട്ട് എന്താണ് ഞാൻ കൂട്ടിക്കുഴക്കണത്? എടാ, ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. എത്ര കുടുംബങ്ങളാണ് കഴിഞ്ഞു പോണത്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്നിട്ടൊന്ന് മയത്തിലോ ഒരു മര്യാദക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലേ? വെറുതെ ആളുകളെ വെറുപ്പിക്കാൻ നിൽക്കണ്ടല്ലോ ഈ സിനിമക്കാരെ. അയ്യോ, ഇത് എവിടെ തന്നെയായോണിത്? നമ്മൾ അവരോട് പറഞ്ഞ സിനിമ ഞങ്ങൾ സിനിമ കാണാൻ മുട്ടി നിൽക്കുകയാണ്, ഒരു സിനിമയും കാട് ചെയ്യുന്നു. ആളുകൾ ജോലി എടുത്ത് കിട്ടുന്ന പൈസ കൊണ്ടുപോയി കൊടുത്തിട്ട് കാണുന്ന സിനിമ നല്ലാണെന്ന് പറയും, ചീത്തയാണെന്ന് പറയും. ഇല്ലില്ല, അച്ഛൻ എന്തിനാ കഴിഞ്ഞ ആഴ്ച ആ കോയക്കട കടയിൽ ചെന്ന് അടിയുണ്ടാക്കിയത്? എടാ, അത് ഉഴുന്ന് പടക്ക് ടേസ്റ്റ് ഇല്ലായിട്ടല്ലേ? അതിൽ ഉഴുന്ന് ഇങ്ങനെ മണിയായിട്ട് കിടക്കായിരുന്നു. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അത് ശരി, ബന്ധമുണ്ടല്ല. കോയാക്ക അച്ഛനോട് പറയണേണ് ഇതൊരു ബംഗാളിയുടെ അധ്വാനമാണ്. അവൻ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ഉഴുന്ന് അരച്ച് ഉണ്ടാക്കണ ഒരു ഉഴുന്നുവടയാണ്, ഇതിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ കേൾക്കോ? അത് തന്നെയാണ് സിനിമയുടെ കാര്യവും. ഞാൻ എന്റെ അഭിപ്രായം പറയൂ, എന്റെ അഭിപ്രായം കേൾക്കാൻ ആളുണ്ട്. നിന്നോടൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് തല തല്ലി പൊളിക്കാണ്. എന്താ അച്ഛൻ ഈ പറയണത്? മറിമായം